ബിജെപിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ അവലംബിച്ച പരിഷ്കാരങ്ങളെക്കുറിച്ച് വിശദീകരിച്ച കെ സുരേന്ദ്രൻ, വനിതകൾ, മതന്യൂനപക്ഷങ്ങൾ, പിന്നാക്കക്കാർ, യുവാക്കൾ തുടങ്ങിയവർക്കാണ് കൂടുതൽ പ്രാതിനിധ്യം നൽകിയതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. 269 മണ്ഡലം പ്രസിഡന്റുമാരിൽ 34 സ്ത്രീകളെ കോൺഗ്രസിന്റെ എത്ര ബ്ലോക്ക് പ്രസിഡന്റുമാർ വനിതകളായിട്ടുണ്ട്? CPM-ന് 2 ഏരിയ സെക്രട്ടറിമാർ വനിതകളായിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി കേവലം 20% വോട്ട് മാത്രമുള്ള ഒരു പാർട്ടി 34 വനിതാ മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ അത് അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ വിലയിരുത്തും. SC/ST വിഭാഗത്തിൽപ്പെട്ട 32 മണ്ഡലം പ്രസിഡന്റ്, മറ്റ് സമുദായങ്ങളിലെ എല്ലാ വിഭാഗം ആളുകളെയും പ്രതികരിക്കുന്നു. ഞാൻ അതിന്റെ ബ്രേക്കപ്പ് നിങ്ങൾക്ക് തരാം. എങ്ങനെയാണ് BJP ഈ പ്രോസസ്സിലേക്ക് എത്തുന്നതെന്ന് വ്യക്തമായ ഉദ്ദേശത്തോടുകൂടി എല്ലാ ജനവിഭാഗങ്ങളെയും പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി അവരിൽ നിന്നുള്ള നല്ല നല്ല ആൾക്കാരെ സെലക്ട് ചെയ്തു ആണ് ഈ മണ്ഡലം കമ്മിറ്റികളുടെ പ്രോസസ് പൂർത്തിയാക്കിയത്. സ്ത്രീ ശാക്തീകരണവും യുവാക്കളുടെ പ്രാതിനിധ്യവും വാക്കിൽ ഒതുക്കി നിർത്തിയ പാർട്ടിയല്ല BJP എന്നും CPM-നും കോൺഗ്രസിനും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പരിഷ്കാരങ്ങളാണ് BJP നടപ്പിലാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. 269 മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുമ്പോൾ 34 വനിതാ നേതാക്കളെയാണ് BJP പരിഗണിച്ചത്. 14 പേർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. SC/ST വിഭാഗത്തിൽ നിന്നുള്ള 32 മണ്ഡലം പ്രസിഡന്റുമാരെയും നിശ്ചയിച്ചു. മറ്റ് സമുദായങ്ങളിലെ എല്ലാ വിഭാഗം ആളുകളെയും പ്രതിനിധീകരിച്ചാണ് BJP ഈ പ്രക്രിയ പൂർത്തിയാക്കിയത്. BJP സെക്യുലർ പാർട്ടിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇത്തവണ 3 ജില്ലാ പ്രസിഡന്റുമാർ ക്രൈസ്തവരാണ്. 40 വയസ്സിന് താഴെയുള്ള 3 പേരാണ് ജില്ലാ പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കപ്പെട്ടത്. BJP-യിൽ നേതാക്കളാകാൻ കുറഞ്ഞ പ്രായപരിധി എന്നൊന്നില്ല. ലോവർ ഏജ് ലിമിറ്റ് പാർട്ടിയിലില്ല. AK ആന്റണിക്ക് 32 വയസ്സിൽ മുഖ്യമന്ത്രിയാകാമെങ്കിൽ എന്തുകൊണ്ട് 35 വയസ്സുള്ള പ്രശാന്ത് ശിവന് ജില്ലാ അധ്യക്ഷനായിക്കൂടാ എന്നാണ് സുരേന്ദ്രൻ ചോദിച്ചത്.